അതിപ്പോ ആ പണം അത് നിവിക്ക് കൊടുത്താൽ ഇനി രഞ്ജുന് ചികിത്സ വേണ്ടതല്ലേ? ലക്ഷ്മിക്ക് എന്തു പറഞ്ഞു ഒഴിയണമെന്ന് ആലോചിക്കാൻ പോലുമുള്ള സമയം കിട്ടിയിരുന്നില്ല. അവൾ ആകെ പരവേശപ്പെട്ടു പോയി. മുൻപത്തെ പോലെയല്ല, തളർന്നു കിടക്കുമ്പോൾ ചികിത്സയ്ക്ക് എത്ര ചിലവായി എന്നോ എങ്ങനെയൊക്കെ പണം ഉണ്ടായെന്നോ അതെന്ത് ചെയ്യുന്നോ ഒന്നും രഞ്ജുനോ കുഞ്ഞിക്കോ അറിയില്ല. പക്ഷെ ഇപ്പോ ഈ വീടിന്റെ കാര്യവും സ്ഥലവും വിറ്റതിന്റെ കണക്കും അതിനുശേഷം ചിലവായ പണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രഞ്ജുവിന് വ്യക്തമായി അറിയാം. അതിൽ കള്ളം പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കപ്പെടും. മാത്രമല്ല, എല്ലാം ഇപ്പോഴും അവർ രണ്ടാളുടെയും പേരിലാണ്. പിടിക്കപ്പെട്ടാൽ എല്ലാം തിരികെ പിടിക്കാൻ അവർക്ക് കഴിയും. ഇല്ല, അങ്ങനെ വരാൻ സമ്മതിക്കില്ല ഞാൻ. ഇപ്പോ ഈ പണം പോയത് സാരില്ല. എല്ലാ സമ്പത്തും സൗഭാഗ്യം കൊണ്ട് ആരുടെയും ശല്യമില്ലാതെ എനിക്കും രഞ്ജുവിനും ഒപ്പം ജീവിക്കണം. ലച്ചു, നാളെ പൈസ ബാങ്കിൽ പോയി കുഞ്ഞിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക്. ഇപ്പൊ നീ വീടിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് വാ. അതിലിനി ഒന്നും ചെയ്യാനില്ലല്ലോ. മനസ്സിൽ ഓരോന്നും ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി നിരഞ്ജൻ പറയുന്ന കേട്ട് ഞെട്ടലോടെ മുഖം തിരിച്ച് അവനെ നോക്കി. വീടിന്റെ ഡോക്യുമെന്റ്സ് എന്തിനാ രഞ്ജു? എന്തിനെന്നോ? എന്റെ ലച്ചു, മാംഗല്യം വീടും ഇതിനു ചുറ്റുമുള്ള 7 സെന്റ് വസ്തുവും അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം എന്റെ കുഞ്ഞിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലിപ്പോ 2 സെന്റ് സ്ഥലത്തോളം അന്ന് പിന്നിലെ സ്ഥലം വിൽക്കാൻ നേരം വഴിക്ക് വേണ്ടി അവൾ നിന്റെ പേരിലേക്ക് എഴുതി മാറ്റിയില്ലേ? ഇനി അതിൽ 5 സെന്റും ഈ വീടും മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞിക്ക്. അത് അവൾക്ക് കൊടുക്കുക തന്നെ ആവണം. നിരഞ്ജൻ അവളെ മുഖം ചേരിച്ചൊന്ന് നോക്കി. വീട് കൊടുത്താൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? എന്റെ ലക്ഷ്മി, ഇതൊന്നും ഒന്നുമല്ല. ടൗണിലെ ആ കണ്ണായ സ്ഥലത്താണ് ചിക്കൻ സ്റ്റാളും എന്റെ ഷോപ്പും ചപ്പാത്തി സ്റ്റാളും ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കുഞ്ഞിക്കൂടെ അവകാശപ്പെട്ടതാണ്. എല്ലാം എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞ് വീട്ടിൽ തുളയ്ക്കാൻ തന്നു. ഇനി ബാക്കിയുള്ള ഏതെങ്കിലും അവൾക്ക് കൊടുക്കണം. പിന്നെ അവള് മംഗല്യം വിട്ടിരുന്ന് നമ്മളെ ഇറക്കി വിടുവൊന്നുമില്ല. താൻ പറയുന്ന കേട്ട് ലക്ഷ്മിയുടെ വിളറി വെളുത്ത മുഖം കാണി ഉള്ളിൽ ആർത്ത് ചിരിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അല്ല രഞ്ജു, പണമെല്ലാം ഇപ്പൊ കൊടുത്താൽ ഇനിയുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ നടക്കുമെന്നാണ് ഞാനതാണ് ആലോചിക്കുന്നത്. ഇനിയുള്ള ചികിത്സയൊക്കെ ഡോക്ടർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം എന്റെ കുഞ്ഞിക്ക് കൊടുത്തെന്ന് വെച്ച് അവൾ നമ്മളെ നോക്കാതിരിക്കില്ല രച്ചു. അവളെ ആ ഭാവം കാണി ഉള്ളിലെ വെറുപ്പും പാക്കയും പുറത്ത് കാണിക്കാതെ അവളെ ചുവൾ ഒന്ന് തലോടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ഏട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അവിടെ ആന്റിയുടെ ബന്ധുക്കളിൽ എത്തിയെന്നും പറഞ്ഞ് ഇപ്പൊ വിളിച്ചിരുന്നു. ഡ്രസ്സും ബുക്സും ഒക്കെ അടുക്കി നിറച്ച ബാഗുകളും എടുത്ത് പുറത്തേക്ക് വന്ന നിവി പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കൂ കുഞ്ഞി. ഈ വീടിന്റെ ആധാരം അതുകൂടെ കൊണ്ടുപോയിക്കോ. അത് ഏട്ടന്റെ കുഞ്ഞിക്കുള്ളതാണ്. വേഗം എടുത്തോണ്ട് വാലിച്ചു, അവർക്ക് പോണം. ഇരുന്നിടത്തുനിന്നും അനങ്ങാതെ ഇരിക്കുന്ന ലക്ഷ്മിയെ നോക്കി നിരഞ്ജൻ വീണ്ടും പറഞ്ഞു. അതൊക്കെ പിന്നെ പോരെ രഞ്ജു. ലക്ഷ്മി വീണ്ടും തിരക്കി. നിനക്ക് എന്താ രച്ചു? അത് എടുത്തുകൊണ്ട് വന്നേ. അല്ല, ഇവർ രണ്ടാളും ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്ന് നോക്കിയിട്ട് പോരെ ഉള്ളതൊക്കെ പെറുക്കി കൊടുക്കുന്നത്? എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും നിവിയുടെ മുഖം കാണാൻ ലക്ഷ്മി ചോദിച്ചു പോയി. ഞങ്ങൾ ഒരുമിച്ച് പോകരുതെന്നാണോ അപ്പൊ ഏട്ടത്തിന്റെ ആഗ്രഹം? ചുണ്ടിൽ ഒളിപ്പിച്ച പുറ്റച്ചിരിയുടെ നിവി ചോദിച്ചു. അങ്ങനെയല്ല കുഞ്ഞി, അബിക്ക് നിനക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് അറിയണ്ടേ? ഇതിപ്പോ നിങ്ങളെടുത്ത് ചാടി കല്യാണം കഴിച്ചു. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നന്നായി പോകുമെന്ന് നോക്കിയിട്ട് ഇതൊക്കെ തന്നാ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. ലക്ഷ്മി ആകെ ഉരുണ്ട് പീരണ്ടുകൊണ്ട് പറഞ്ഞു. അല്ലേടാ, ഏട്ടന്റെ ട്രീറ്റ്മെന്റിന് പണമില്ലെന്ന് പറഞ്ഞിട്ട് ഈ വീട് വിൽക്കാനുള്ള വഴി നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി എങ്ങനെ ഇതെനിക്ക് തരും? ആ പേരും പറഞ്ഞ് ഏട്ടത്തെ എന്നെ കൊണ്ട് എന്തിലൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഏട്ടത്തി കൊണ്ടുതരുന്ന എല്ലാ പേപ്പറുകളും വായിച്ചു പോലും നോക്കാതെയാണ് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഉള്ളിലെ പക മുഴുവനും ഊതി കാച്ചിരി വിടർന്ന ചിരിയോടെ ഒന്നും അറിയാത്ത പോലെ നിവി പറഞ്ഞു. ഈ വീട് വിൽക്കാനോ? നിനക്കെന്താ ഭ്രാന്താണോ? ആ പിന്നിലെ സ്ഥലം വിറ്റപ്പോഴേ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാണ് ഈ വീട് തൊട്ടുള്ള കളി വേണ്ടത്. ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ നിരഞ്ജൻ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. വീട് ഞാനൊന്നും ചെയ്തിട്ടില്ല രഞ്ജു. അന്ന് വഴിക്ക് വേണ്ടി എന്റെ പേരിൽ 2 സെന്റ് എഴുതിയതല്ലാതെ ഈ വീടിന് വേണ്ടി ഞാനും കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല. നിരഞ്ജന്റെ മുഖം മാറുതും ലക്ഷ്മി വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാ പോയി ആ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വാ. അവളുടെ മുഖത്തേക്ക് നോക്കിയ ആ മുഖം പിടിച്ച് ചുമൽ ഉരയ്ക്കാൻ തോന്നുമെന്നതുകൊണ്ട് മറ്റോടെ നോക്കിയെന്നുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ലക്ഷ്മി ആരെയും നോക്കാതെ കടുത്ത മുഖത്തോടെ ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റ് അവരുടെ മുറിയിലേക്ക് പോയി. അമ്മയുടെ അലമാരയുടെ താക്കോൽ എവിടെ കുഞ്ഞി? നിരഞ്ജൻ വളരെ പതിയെ നിവിയോട് തിരക്കി. എന്റെ ബാഗിലുണ്ടേട്ടാ. നിവി ബാഗിന്റെ ചെറിയാറ തുറന്ന താക്കോലെടുത്ത് നിരഞ്ജനെ ഏൽപ്പിച്ചു. ഇതൊക്കെ ഇപ്പൊ ചോദിക്കേണ്ടിയിരുന്നോ അളിയാ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? നിരഞ്ജന്റെ അടുത്തേക്ക് ഇരുന്ന് അഭി മെല്ലെ എന്ന് ചോദിച്ചത്. അവൾക്കൊരു സംശയം തോന്നാത്ത വിധത്തിൽ തിരികെ പിടിക്കാൻ പറ്റുന്നതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം അഭി. ഇത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആക്സിഡന്റ് കേസ് കൊടുന്ന് തെളിയട്ടെ. പല്ല് കടിച്ച് ദേഷ്യം മടക്കിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ഏട്ടൻ അവരൊന്നും ചെയ്യലേ. അവളെ പോലീസ് പിടിച്ചു കൊടുത്താൽ മതി. നിവി പേടിയുടെ അവന്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ഏട്ടൻ അവളൊന്നും ചെയ്യില്ല. എന്റെ കുഞ്ഞ് പറഞ്ഞ പോലെ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കി വിട്ടിട്ട് വേണം ഇവിടെ ശുദ്ധികലശം നടത്താൻ. നിവിയും ചേർത്ത് പിടിച്ചുകൊണ്ടെന്ന് നിരഞ്ജൻ പറഞ്ഞു. ഇതാ രഞ്ജു, സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ്. കടുത്ത മുഖത്തോടെ റൂമിൽ നിന്നും ഇറങ്ങി വന്ന ലക്ഷ്മി ആ പ്രമാണം നിരഞ്ജന് നേരെ നീട്ടി. അവനത് കയ്യിൽ വാങ്ങി നല്ലോണം വായിച്ചൊക്കെ നോക്കിയിട്ടാണ് അത് അബിയെ ഏൽപ്പിച്ചത്.
നാളെ ഒരു 10 മണിയാകുമ്പോൾ രണ്ടാളും കൂടെ ഇങ്ങ് വരണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ബാങ്കിൽ പോകാം അല്ലെ ലക്ഷ്മി? നിരഞ്ജൻ ചോദിക്കുക. ലക്ഷ്മി എന്ത് പറയണമെന്നറിയാതെ ആകെ പെട്ട അവസ്ഥയിലായി. അതിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട രഞ്ജു, ഞാൻ പോയി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തേക്കാം. കുഞ്ഞിയുടെ പാസ്ബുക്കൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിന്ന് അക്കൗണ്ട് നമ്പർ ഞാൻ എടുത്തേക്കാം. ഉള്ളിലെ ആന്തലടക്കി ലക്ഷ്മി പറഞ്ഞു. എന്നാ പിന്നെ അത് മതി. ഉള്ളിൽ നിറഞ്ഞ ചീരിയോടെ നിരഞ്ജൻ പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാളിയാ ഏട്ടത്തി. അഭി രണ്ടാളോടും യാത്ര പറഞ്ഞിട്ട് രണ്ടാളെയും നോക്കി തലയാട്ടിക്കൊണ്ട് നിവിയും അവന്റെ പിന്നാലെ പോകാനിറങ്ങി. അഭിയും നിവിയും വീട്ടിൽ തിരികെ വന്നത് അല്പം കഴിഞ്ഞതും ആര്യയും വേദവും ഒടിഞ്ഞ കൈയുമായി പ്രവീണും ഒരു ടാക്സിയിൽ ആ വീട്ടുമുറ്റത്ത് വന്നിറങ്ങി. ആര്യ, അളിയ, അവരെ കാണാൻ സന്തോഷത്തോടെ അഭി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വേദൂട്ടി. ആര്യയുടെ കയ്യിൽ തൂങ്ങി നിന്ന കുഞ്ഞിപ്പിന്റെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് അഭി വിളിച്ചു. പോ, ഞാൻ മാമനോട് മിണ്ടൂല. കല്യാണത്തിന് ഞങ്ങളെ കൂട്ടിയില്ലല്ലോ. വേദു പിണക്കത്തോടെ അവിയുടെ കൈ തട്ടി മാറ്റി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, കല്യാണം കഴിഞ്ഞിട്ടാണോടാ ഞങ്ങളോട് പറയാൻ നിനക്ക് തോന്നിയത്? അബിയുടെ തോളിൽ പിടിച്ചുകൊണ്ടൊരു ചിരിയുടെ പ്രവീൺ ചോദിച്ചു. മാമന്റെ പൊന്നു പിണങ്ങല്ലേ, എല്ലാം പെട്ടെന്നായി പോയത് കൊണ്ട് പറയാൻ പറ്റാത്തതാണ്. നമുക്കിന്ന് ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി കുഞ്ഞിപ്പെണേ. വേദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവീണിനും കൂടെയുള്ള മറുപടി അഭി പറഞ്ഞു. എങ്കിലും ആ നേരം അവന്റെ നോട്ടം തെളിച്ചമില്ലാത്ത മുഖത്തോടെ നിൽക്കുന്ന ആര്യയിലായിരുന്നു. അവൾ അവനെ നോക്കി മെല്ലെ എന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങി. അളിയ, കയ്യിൽ എന്തു പറ്റിയതാണ്? അപ്പോഴാണ് അഭി അത് ശ്രദ്ധിച്ചത് എന്ന് തോന്നി ആര്യയ്ക്ക്. അതോ അത് ബൈക്കിന്ന് സ്കിഡായതാണ് അളിയ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. മുന്നിൽ കയറിപ്പോയി ആര്യ ഒന്ന് പാളി നോക്കിയിട്ട് അവൻ നിസ്സാരമായി പറഞ്ഞു. മുഖത്തൊക്കെ നല്ല ചതവുണ്ടെന്ന് തോന്നുന്നു. പ്രവീണ്ടും വെളുത്ത് തൊടുത്ത മുഖത്തെ നിരിച്ച പാടിൽ മെല്ലെ നിന്ന് തൊട്ടു നോക്കിയിട്ട് അഭി പറഞ്ഞു. അഭി പറഞ്ഞു കേട്ടെന്ന് മൂളി പ്രവീണിന്റെ മുഖം ആര്യയുടെ ചുണ്ടിലെ പൊറ്റിച്ചിരി കണ്ടൊന്ന് വിളറി. ആ, നിങ്ങളെത്തിയോ? കയറി വാ. ഉമ്മറത്തേക്ക് ഇറങ്ങി വന്ന രാധിക ആര്യയെ കണ്ടെന്ന് ചിരിച്ചുകൊണ്ട് അഭിക്കൊപ്പം കയറി വന്നവനെ ക്ഷണിച്ചു. ഇതെന്തോന്നമ്മേ, പായസോ? ഉമ്മറത്തേക്ക് കയറും നേരം രാധികയുടെ കയ്യിലെ ക്ലാസ്സിലിരുന്ന പാൽ പായസം കാണി പ്രവീൺ തിരക്കി. അതെ, കല്യാണം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടന്നെങ്കിലും ഇത്തിരി മധുരമെങ്കിലും പിള്ളേർക്ക് കൊടുക്കണ്ടേ? അല്ല, നിന്റെ കൈക്കിതെന്ത് പറ്റി? കാര്യം പറയുന്നതിനൊപ്പം അവന്റെ കയ്യിൽ തൊട്ട് നോക്കിയിട്ട് അവർ ചോദിച്ചു. ആളിൽ വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് പ്രവീൺ പറയും മുൻപ് അഭി പറഞ്ഞു. ഈശ്വര, ശ്രദ്ധിക്കേണ്ട പ്രവീണെ. രാധിക ആഗ്രതയോടെ പറഞ്ഞു. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലമ്മേ. ആര്യ ഒരു പതർച്ചയോടെ നോക്കിക്കൊണ്ടും എല്ലാം പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ നിങ്ങൾ? കയറി വാ. ഇവന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന ഒരു സദ്യയോ ഉണ്ണാൻ പറ്റില്ല. ഇത്തിരി മധുരമെങ്കിലും കഴിക്കാം പറഞ്ഞിട്ട് രാധിക ആദ്യം അകത്തേക്ക് നടന്നു. അവർക്കൊപ്പം തന്നെ ആര്യയും പിന്നാലെ വേദനും ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിയും കൂടെ തന്നെ പ്രവീണും ഉണ്ടായിരുന്നു. എന്താരിയെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മയോട് പറ മോളെ, നിന്റെ മുഖം എങ്ങനെ കാണാൻ വയ്യടി? ആർക്കു വേണ്ടി എന്നതുപോലെ മുഖത്തൊരു ചിരി ഒട്ടിച്ചു നിൽക്കുന്നവളെ വന്ന നേരം മുതൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന രാധിക അടുക്കളയിൽ ആര്യയെ തനിയെ കിട്ടിയപ്പോൾ ചോദിച്ചു. അമ്മയ്ക്കിതെന്താ? എനിക്കൊരു കുഴപ്പമില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റില്ലെന്ന് വരുമ്പോൾ ഞാൻ അമ്മയോടും ഏട്ടനോടും തുറന്നു പറയും പോരെ? രാധികയെ നോക്കി മെല്ലെന്ന് ചിരിച്ചിട്ട് ആര്യ പറഞ്ഞു ഒഴിഞ്ഞു. നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നീ പറയേണ്ട ആര്യയെ. നിന്റെ ഈ മുഖം കണ്ടാ മതി. അവളെ ഒഴിഞ്ഞു മാറ്റം ഇഷ്ടമാവാതെ അവർ പറഞ്ഞു. അമ്മയോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. അവർക്കടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്നുകൊണ്ട് ആര്യ പറഞ്ഞു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ അനുവാദം വേണോ പെണ്ണേ? അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് അവർ തിരക്കി. അബിയുടെ കല്യാണം നടന്നതിന്റെ സത്യാവസ്ഥയൊന്നും ഇപ്പൊ പ്രവീണേട്ടനോട് പറയണ്ട. പ്രത്യേകിച്ച് നിവിയുടെ വീട്ടിലെ കാര്യങ്ങൾ, അവളുടെ ഏട്ടത്തിയുടെ കാര്യങ്ങളൊന്നും പറയണ്ടമ്മ. അത് അബിയോട് കൂടെ പറയണം. പുറത്തുനിന്ന് ആരോടെ ഫോണിൽ സംസാരിക്കുന്ന പ്രവീണിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്താ മോളെ? അവൻ അറിഞ്ഞതുകൊണ്ട് എന്താ പ്രശ്നം? ആര്യയുടെ ആ ഭാവങ്ങൾ ആശങ്കയുടെ അവർ തിരക്കി. പ്രശ്നം ഉണ്ടായിട്ടല്ലമ്മേ. പ്രവീണേട്ടൻ അറിയാതെ എങ്ങാനും ആ വീട്ടിലുള്ളവരോടെങ്കിലും പറഞ്ഞാൽ അവരുടെ ലക്ഷ്മി അറിയിച്ചാൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവില്ലേ? അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അവരുടെ ആശങ്ക നിറഞ്ഞ മുഖം കാണി മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കിയ ആര്യ. ആ, അത് ഞാൻ അബിയോട് പറയാം. നിങ്ങളൊന്ന് പോകുന്നില്ലല്ലോ. രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം എന്ന് കരുതി. അത് മതിയല്ലോ അല്ലേ? ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ രാധിക ചിക്കൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ചിലപ്പോ ഞങ്ങൾ രാത്രി തിരികെ പോയേക്കും അമ്മേ. എന്തെല്ലാം കഴിച്ചിട്ടേ പോകും, ആര്യ പറഞ്ഞു. അതെന്താടി, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേളൂ? ഞാൻ അളിയനോട് പറയാം 2 ദിവസം നിന്നിട്ട് പോകാമെന്ന്. രാത്രി തിരികെ പോകുമെന്ന് പറഞ്ഞതിന് മറുപടി രാധിക പറയും മുൻപ് അവളുടെ സംസാരം കേട്ടുവന്ന് അഭി പറഞ്ഞു. അത് വേണ്ട അഭി, ഇനിയിപ്പോൾ ഞങ്ങൾ തിരികെ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കലോ. അപ്പം ഞാനിങ്ങി വരാം. അന്നേരം കുറേ ദിവസം നിൽക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥിരമായി നിന്നും വരാം. ചെറുചീരിയോടെയാണ് അവൾ പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ എന്തൊക്കെ അവൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് രാധികയ്ക്കും അഭിക്കും ഒരുപോലെ തോന്നി. എന്താരിയേ, ആ തള്ളയും മോളും നിന്നോട് പോരെടുക്കുന്നുണ്ടോടി? അവളെ ചേർത്ത് പിടിച്ച് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അഭി. അതൊന്നുമില്ല, പക്ഷെ എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എല്ലാ കാര്യങ്ങൾക്കും കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്, തെളിവുകൾ കിട്ടാനുണ്ട്. കല്ലിശ മുഖത്തോടെ ആര്യ പറഞ്ഞു. എന്തുണ്ടെങ്കിലും ഞങ്ങളോട് നീ ഒന്ന് തുറന്നു പറയണം. അതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം അവിടെ നിൽക്കാൻ.
നമ്മളെ വേദനിപ്പിക്കാൻ ആ തള്ളയുമ്പോഴും പല കളികളും കളിക്കും. അബി കരുതലോടെ അവളോട് പറഞ്ഞു. ഞാൻ സൂക്ഷിച്ചോളാം. അബിയുടെ തൊഴിൽ മുഖം ചായച്ചിരുന്നുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആര്യയെ. എന്താവശ്യമുണ്ടെങ്കിലും അത് ഏത് സമയത്തായാലും ഞങ്ങളെ വിളിക്കണം കേട്ടല്ലോ. പോകാനായി ഇറങ്ങി നിന്നിട്ട് നീവിയുടെ എന്തൊക്കെ ചീയോടെ പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറിയിരുന്നവളെ ഓർമ്മിപ്പിച്ചു അബി. രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് സച്ചിന്റെ ഓട്ടോ വിളിച്ചാണ് ആര്യയും പ്രവീണും വേദുവും തിരികെ പോകുന്നത്. ഞാൻ വിളിച്ചോളാം. ആര്യ നേർത്തൊരു ചിരിയോടെ പറഞ്ഞിട്ട് വേദുവിനെ ചേർത്ത് പിടിച്ചിരുന്നതും പിന്നാലെ പ്രവീൺ കയറി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോയിട്ടും അബി അവിടെ തന്നെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി. ഇനിയും ഇവിടെ നിൽക്കാതെ ഗേറ്റ് അടച്ച് കയറി വാ അബി. അവന്റെ ആലോചിച്ചുള്ള നിൽപ്പ് കണ്ടിട്ട് രാധിക പറഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ കയറിപ്പോയി. മോള് പോയി മേല് കഴുകി വാ. ആന്റി സെറ്റ് സാരി ഉടുപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടാളുടെയും മനസ്സ് എനിക്കറിയാം. പക്ഷെ ഇതൊരു ചടങ്ങാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അതല്ലേ നല്ലത്. അകത്തേക്ക് കയറി വന്ന രാധിക അഞ്ജുന്റെ കയ്യിൽ പിടിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന നിവിയോടായി പറഞ്ഞു. രാധിക സാരി ഉടുപ്പിച്ചു കൊടുക്കുമ്പോഴും തലയിൽ പൂ വെച്ച് കൊടുക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു രവി. ഇന്നു മുതൽ ജിത്തുവേട്ടന്റെ കൂടെ ആളുടെ മുറിയിൽ വിവാഹത്തിന് സമ്മതിച്ചു. ഇന്ന് ഈ വിവാഹം നടക്കുകയും ചെയ്തു. പക്ഷെ പരസ്പരം സ്നേഹിച്ചൊരുമിച്ചൊരു ജീവിതം ഇതുവരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. എങ്ങനെയായാലും ആ സ്ത്രീയെ ജയിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ആന്റി പറഞ്ഞില്ലേ, പേടിയൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ചടങ്ങാണ്. ആര്യ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അവൾ പോയി കളഞ്ഞില്ലേ. ചെറുചീരിയോടെ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് അവർ പറഞ്ഞു. ആന്റി ഞാൻ. രാധികയുടെ മുഖത്തെ സന്തോഷവും അതേ സന്തോഷത്തോടെ അവർ പറയുന്ന കേട്ട് വിളറി വെളുത്ത മുഖത്തോടെ നിവി അവരെ നോക്കി നിന്നു. ഏട്ടത്തിയമ്മേ, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. പിന്നിൽ നിന്നും പതിഞ്ഞൊരു ചീരിയുടെ നിവിയുടെ കാതിൽ പറഞ്ഞിട്ട് അമ്മയും നിവിയും മുറിക്ക് പുറത്തിറക്കി വാതിലടച്ചു. അഞ്ചും ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. ഇനി അബിയാണ് പേടിയെങ്കിൽ അത് വേണ്ട. പാവാണ് എൻ്റെ കുഞ്ഞും. മോള് ചില അവൻ മുറിയിലുണ്ട്. കയ്യിൽ അവർ പിടിപ്പിച്ചു കൊടുത്ത ആ പാൽ ഗ്ലാസുമായി നിവിയെ ആ മുറിയുടെ വാതിലുകൾ കൊണ്ടുപോയി നിർത്തി രാധിക. വാതിൽ പതിച്ചാരിയിട്ടേയുള്ളൂ. അതിനകത്ത് ജിത്തുവേട്ടനുണ്ട്. നിവി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. ചെല്ലു നിവി. രാധിക വാതിൽ മെല്ലെ തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു. മെല്ലെ നിന്ന് മോളിക്കൊണ്ട് നിവി ആ മുറിക്കുള്ളിലേക്ക് കയറി. ആഹാ, ഇന്നെന്താ എൻ്റെ ആര്യക്കുട്ടി ഉറങ്ങാൻ പോയില്ലായിരുന്നോ? കിടക്കും മുൻപ് തലമുടി ഒന്നാകെ വാരി ഉയർത്തി കെട്ടിവെച്ചുകൊണ്ട് നിന്നവളെ പിന്നിരുന്നും ഇടം കൈ കൊണ്ട് പുണർന്ന് പിടിച്ചുകൊണ്ട് പ്രവീൺ ചോദിക്കെ വെറുപ്പോടെ അവൻ്റെ കൈ തട്ടി എറിഞ്ഞു ആര്യ. തൊടരുത്, നിങ്ങളുടെ ഈ പുഴുത്ത കൈ കൊണ്ട് എന്നെ തൊടരുത്. അന്ന് നിങ്ങളുടെ മറ്റുള്ളുണ്ടല്ലോ വൈഷ്ണവി, അവളുമായുള്ള നിങ്ങളെ നേരിട്ട് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ട അന്ന് പറഞ്ഞത് ഇന്നും പറയാനുള്ളൂ. അവളുമാരെ തൊട്ട നിങ്ങളുടെ ഈ വിരൽ കൊണ്ട് പോലും എൻ്റെ തലമുടി നാരിൽ പോലും തൊടരുത്. അങ്ങനെയുണ്ടായാൽ ആരുടെ ഈ ശരീരത്തിൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല. സ്വയം കത്തിക്കും ഞാൻ. വെറുപ്പും മറപ്പും നിറഞ്ഞ ശബ്ദം മടക്കി പിടിച്ചിട്ടാണെങ്കിലും ഉറപ്പോടെ കിതപ്പട പറഞ്ഞു ആര്യ. നിനക്ക് ഈയിടെയായിട്ട് ഇത്തിരി വീർ കൂടുന്നുണ്ടല്ലോ. എന്താ, അവന് നാട്ടിൽ അത്യാവശ്യം നല്ല ജോലിയും പെണ്ണുമൊക്കെ കിട്ടിയതിന്റെ അഹങ്കാരാണോടി? ആര്യയുടെ കവിൾ കുത്തിപ്പിടിക്കാൻ ആഞ്ഞുകൊണ്ട് പ്രവീൺ ചോദിച്ചു. അതെ, അത് തന്നെയാണ് കാര്യം. നീയൊക്കെ കൂട്ടം ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കിയിട്ടും എൻ്റെ അബി അവന് ദൈവം നല്ലൊരു ജീവിതം തന്നെ കൊടുത്തു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന്റെ ഭാഗത്തായിരുന്നു സത്യം. അതുകൊണ്ട് മാത്രം. അല്ലാതെ നിന്നെയും നീ അനിയത്തിയെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടന്ന നിന്റെ അവളെയും പോലെ അല്ല അവൻ. പിന്നിലേക്ക് ആഞ്ഞു മാറിക്കൊടുത്ത രോക്ഷത്തോടെ പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു ആര്യ. നീ അങ്ങ് കത്തിക്കേറണ്ട. അവന് കിട്ടിയ ആ പെണ്ണ് അവളെ മോർച്ചറക്കൻ്റെ കൂടെ കുറെ കാലം കുത്തി മറിഞ്ഞ് നടന്നവളല്ലേ. പിന്നെ പണം, അത് നിനക്ക് നിന്റെ വീട്ടുകാർക്കും കണക്കാകും. പണ്ട് നിന്റെ സൗന്ദര്യം കണ്ട് കമിഴ്ന്ന് വീണ എനിക്ക് നിന്റെ അഭി തന്ന നക്കാപ്പിച്ച പോലും അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. പ്രവീൺ പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ അഭിയോ അമ്മയോ അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല നിവിയെ സ്വീകരിച്ചത്. അവൾക്ക് അവന് അവളെയും മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അവൾക്കും ഒരു ചിന്തയുണ്ടായിരുന്നു. എൻ്റെ അബിക്ക് ഒരു ജീവിതം ഇനി ഉണ്ടാവില്ലെന്ന്. അതിനു വേണ്ടിയുള്ള നല്ലൊരു പേര് എല്ലാവരും കൂടെ അവനുണ്ടാക്കി കൊടുത്തിരുന്നല്ലോ. പക്ഷെ നീയൊക്കെ കണക്ക് കൂട്ടും പോലെയല്ല. ദൈവം ഓരോരുത്തർക്കും ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. നല്ലതായാലും പൊട്ടയായാലും അതൊക്കെ അതത് സമയത്ത് നടക്കും. അതിന് തെളിവാണ് എല്ലാവരും കൂടെ പണവും ആൾബലവും കൊണ്ട് പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയിട്ടും കുറെ നല്ല മനുഷ്യരുടെ കാണിയും കൊണ്ട് ഇന്നും എൻ്റെ അബി ജീവിച്ചിരിക്കുന്നതും തലയുയർത്തി നിൽക്കുന്നതും. നിന്റെ മേൽ ഉദ്യോഗസ്ഥരായ മേഴ്സിയുടെ ഭർത്താവ് ആ ഗർഭകാരൻ അച്ഛൻ തല്ലിയൊടിച്ച കൈയുമായി എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തുടങ്ങിയിട്ടുള്ളൂ നിന്റെയൊക്കെ ദോഷസമയം. ഇനി ഞങ്ങൾ കാണും. ഞങ്ങളെ ദ്രോഹിച്ച ഓരോരുത്തരെയും പതനം. വീരോടെ ആത്മസംതൃപ്തിയോടെ പറഞ്ഞിട്ട് വാതിൽക്കൽ നിൽക്കുന്നവനെ അറിയാതെ പോലും ഒന്ന് തട്ടാതെ ഒതുങ്ങി വേദുവിന്റെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ആര്യ. എന്നാൽ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി മേഴ്സിയുമായി തുടരുന്ന ഈ ബന്ധം എങ്ങനെ ആര്യയും മേഴ്സിയുടെ ഭർത്താവ് നെൽസണും അറിഞ്ഞു എന്നൊരു ചിന്തയിലായിരുന്നു പ്രവീൺ.